കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ജനപ്രതിനിധികൾക്കെതിരായ അച്ചടക്ക നടപടികളും അയോഗ്യതാ ഭീഷണികളും പുതിയ കാര്യങ്ങളല്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി സവിശേഷമായ പല സാഹചര്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ്. ഒന്നിലേറെ ബലാത്സംഗ കേസുകളിലും ഗുരുതരമായ ക്രിമിനൽ കേസുകളിലും പ്രതിയായ ഒരാൾക്ക് നിയമസഭാംഗമായി തുടരാൻ അർഹതയുണ്ടോ എന്ന ധാർമ്മിക ചോദ്യമാണ് ഈ പരാതിയിലൂടെ ഉന്നയിക്കപ്പെടുന്നത്. നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരാതിയിൽ നേരിട്ട് മൊഴിയെടുക്കാൻ തീരുമാനിച്ചതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമായൊരു ഘട്ടം സംജാതമായിരിക്കുകയാണ്. മുൻ എംഎൽഎ DK മുരളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനം കേവലം രാഷ്ട്രീയ വിരോധമല്ല, മറിച്ച് നിയമനിർമ്മാണ സഭയുടെ അന്തസ്സും പവിത്രതയുമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിലേറെ പീഡന കേസുകളിൽ പ്രതിയാണെന്നത് സഭയുടെ മാന്യതയ്ക്ക് കളങ്കമുണ്ടാക്കുന്നു എന്നതാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം. നിയമം നിർമ്മിക്കേണ്ട സഭയിൽ നിയമലംഘകർ ഇരിക്കുന്നത് ജനാധിപത്യത്തോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് DK മുരളി ചൂണ്ടിക്കാട്ടുന്നു. ഒരു ജനപ്രതിനിധി തന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ മാത്രമല്ല, സഭയുടെ ആകെ അന്തസ്സിനെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ സഭയിൽ ഇരിക്കുന്നത് സഭയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന വാദമാണ് പരാതിക്കാരൻ ഉയർത്തുന്നത്. സ്പീക്കർ AN ഷംസീർ ഈ പരാതി ഗൗരവകരമായി പരിഗണിക്കുകയും അത് നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു. പരാതിയിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കുന്നതിന് പകരം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാനാണ് സമിതിയുടെ തീരുമാനം. പരാതിക്കാരനായ DK മുരളിയുടെയും ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മൊഴികൾ നേരിട്ട് രേഖപ്പെടുത്താൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. സമിതിക്ക് മുന്നിൽ നൽകുന്ന മൊഴികളും ഹാജരാക്കുന്ന രേഖകളും റിപ്പോർട്ടിന്റെ ഭാഗമാകും. സഭയുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്ന അംഗങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ ശുപാർശ ചെയ്യാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കാനോ വരെയുള്ള നിർദ്ദേശങ്ങൾ സമിതിക്ക് നൽകാൻ സാധിക്കും. നിയമസഭയുടെ പെരുമാറ്റച്ചട്ടങ്ങൾ പ്രകാരം ഓരോ അംഗങ്ങളും പാലിക്കേണ്ട ചില ധാർമ്മിക മൂല്യങ്ങളുമുണ്ട്. ഒരംഗത്തിന്റെ സ്വഭാവ ദൂഷ്യം സഭയുടെ അന്തസ്സിനെ ബാധിക്കുന്നു എന്ന സമിതിക്ക് ബോധ്യപ്പെട്ടാൽ നടപടി സ്വീകരിക്കാം. സാധാരണ ഒരു ക്രിമിനൽ കേസിൽ 2 വിഷയത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഒരു അംഗം സ്വയമേ അയോഗ്യനാക്കപ്പെടുകയുള്ളൂ. എന്നാൽ സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ സഭയ്ക്ക് സ്വന്തമായി നടപടികൾ സ്വീകരിക്കാം. സുപ്രീം കോടതിയുടെ മുൻപത്തെ പല ഉത്തരവുകളും സഭയുടെ പരമാധികാരത്തെ ശരിവെക്കുന്നതാണ്. നിയമപരമായ അയോഗ്യതയ്ക്കപ്പുറം ധാർമ്മികമായ അയോഗ്യതയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പീഡന കേസുകളിൽ പ്രതിയാകുന്നത് സഭയുടെ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണോ എന്നതാണ് സമിതി പ്രധാനമായും പരിശോധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ നീക്കത്തെ രാഷ്ട്രീയ പ്രേരിതമായ കടന്നാക്രമണമായിട്ടാണ് UDF കാണുന്നത്. എത്തിക്സ് കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങളായ റോജി M ജോണും UA ലത്തീഫും ഈ നീക്കത്തെ ശക്തമായി എതിർത്തേക്കും. കേസുകൾ വിചാരണ ഘട്ടത്തിലാണെന്നും കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുന്നതിന് മുൻപ് ഒരാളെ അയോഗ്യനാക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും അവർ വാദിക്കും. സഭയ്ക്കുള്ളിൽ രാഹുലിനെ സംരക്ഷിക്കാൻ സംയുക്തമായ നീക്കത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തിന് രാഹുൽ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നത് അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും പുറമേക്ക് ഐക്യം പ്രകടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തിയ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി വലിയൊരു പ്രതിസന്ധിയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തിന് നിയമസഭാ സമിതിയുടെ ഒരു പ്രതികൂല റിപ്പോർട്ട് വലിയ തിരിച്ചടിയാകും. സമിതിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ തനിക്കെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത രാഹുലിനുണ്ട്. കേസുകളുടെ FIRലെ വിവരങ്ങളും മറ്റ് സമിതി പരിശോധിക്കും. സഭയ്ക്കുള്ളിലെ നടപടികൾക്കപ്പുറം പൊതുസമൂഹത്തിൽ പീഡന കേസുകൾ ഉണ്ടാകുന്ന ഇമേജ് പ്രശ്നവും രാഹുലിനെ അലട്ടുന്നുണ്ട്. അയോഗ്യതാ വിവാദങ്ങൾക്കിടയിലും സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ബഡ്ജറ്റ് ചർച്ചകൾക്കും മറ്റ് നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തടസ്സമുണ്ടാകാതിരിക്കാൻ സ്പീക്കർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നാൽ എത്തിക്സ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് സഭയിൽ വെക്കുമ്പോൾ വലിയ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും സഭ സാക്ഷ്യം വഹിച്ചേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അയോഗ്യതാ പരാതി കേവലം ഒരു MLAയുടെ പ്രശ്നമല്ല, മറിച്ച് കേരള നിയമസഭയുടെ ധാർമ്മികമായ മൂല്യങ്ങളെ സംബന്ധിച്ച വലിയൊരു ചർച്ചയാണ്. നിയമസഭാ സമിതിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയാക്കുന്നതോടെ ഇതിൽ കൂടുതൽ വ്യക്തത വരും. ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്ക് നിയമസഭയിൽ തുടരാൻ അവകാശമുണ്ടോ എന്ന കാര്യത്തിൽ ഈ സമിതിയുടെ റിപ്പോർട്ട് ഒരു നാഴികക്കല്ലാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ വിരോധം തീർക്കാൻ അയോഗ്യതാ ചട്ടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതിയും സഭയുടെ പവിത്രത സംരക്ഷിക്കണമെന്ന വാദവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. എന്തുതന്നെയായാലും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് മാത്രമല്ല, കേരളത്തിലെ യുവ രാഷ്ട്രീയക്കാരുടെ തന്നെ പ്രവർത്തന രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം.